ഹായ് ഗൈസ്, ഡേ 2 ഓഫ് ലോങ് വീഡിയോ ചാലഞ്ച്. ഓക്കെ, സത്യം പറയാലോ, എനിക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ സംസാരിച്ച് മാത്രമായിട്ട് മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് ഈ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ തന്നെ എൻ്റെ ഒരു ഈ ആക്ടിങ് സ്കില്ല് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ യൂട്യൂബിനെ ഞാൻ വിശ്വസിക്കുകയാണ്. യൂട്യൂബ് ത്രൂ എനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു ആക്ടിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ യൂട്യൂബ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പം നിങ്ങളെ മുന്നിലേക്കുള്ള ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഈ ഒരു ജേർണി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം മെയിനായിട്ട് ഇനി ഞാൻ നെക്സ്റ്റ് സൺഡേ മുതൽ, അല്ലെങ്കിൽ എന്താ പറയുക, വീക്ക്ലി ഇടണം എന്നുള്ളത് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇനി എന്തായാലും ഇപ്പോൾ സൺഡേ തന്നെയാണ്, ഓൾ സൺഡേയിൽ കാര്യങ്ങളാണ് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. കഴിഞ്ഞ സൺഡേ ആയിരുന്നു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ സൺഡേയിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ള രീതിയിലാണ് ഉദ്ദേശിച്ച് വരുന്നത്. അപ്പോൾ നിലവിലൊന്നും പ്രിപ്പയർ അല്ല, സത്യം പറയുന്നത്. എന്തായാലും ഇന്ന് സത്യം പറഞ്ഞാൽ പ്രിപ്പയർ അല്ല. എന്നാലും ഞാൻ കുറച്ച് ടൈം എന്തായാലും യൂട്യൂബിൽ ആ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുള്ള കൺസിസ്റ്റൻസി ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ്. നമ്മളെ ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഈ ഒരു സംഭവം എല്ലാവർക്കും പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ നല്ല പാടാണ്. ഒരു ചെറിയൊരു കുട്ടി എന്താ പറയുക, ചെറുതാവുന്നനമ്മളെ 1ാം ക്ലാസ് പോയി, 2ാം ക്ലാസ് പോയി, 3ാം ക്ലാസ് പോയി, 4ാം ക്ലാസ് പോയി, ആ ഒരു രീതിയിൽ വളർന്ന് വരുമ്പോൾ ഒരുപാട് ചിട്ടകൾ പഠിക്കും. കുറേ ഹാബിറ്റ്സ് പഠിച്ചിട്ടായിരിക്കും നല്ലൊരു സ്വഭാവമായിട്ട് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മളിപ്പോൾ എത്ര വയസ്സായിക്കോട്ടെ, ഇനിയിപ്പോൾ എത്ര പ്രായമായിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, നല്ല ശീലങ്ങൾ നമ്മളെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു കാര്യം തന്നെയാണ്. ഞാനും സ്റ്റിൽ പെർഫെക്റ്റ് ഒന്നുമല്ല, ഞാനും സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം എന്താ പറയുക, നമ്മൾ മാക്സിമം നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി ഹാബിറ്റ്സ്, നല്ല ഹാബിറ്റ്സ് കൂട്ടി കൊണ്ടുവരിക. നമ്മളെ എന്താ പറയുക, ബാഡായിട്ടുള്ള ഹാബിറ്റ്സൊക്കെ മാക്സിമം കുറയ്ക്കുക. അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് നമ്മളെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സംഭവം ഡെയിലി രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങളെ മനസ്സിനോട് നിങ്ങൾ ആദ്യം തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എനിക്ക് ആ ടൈമിൽ 4:30 എഴുന്നേൽക്കാൻ പറ്റുമോ? ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷനാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ളതായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു ലൈഫിൽ എനിക്ക് ഒരു ചലഞ്ചായിട്ടാണ് ഞാൻ എടുത്തത്. 4:30 എഴുന്നേൽക്കാനുള്ളൊരു ചലഞ്ചായിട്ടാണ് ഞാൻ ഏറ്റെടുത്തത്. ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. കാരണം മീൻസ് എനിക്ക് കുറച്ചും കൂടെ ഒന്ന് എന്നെ ബെറ്റർ ആക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ ചലഞ്ച് ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു തോന്നൽ മെയിനായിട്ടുള്ള കാര്യമാണ്. അത് വെച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതാദ്യം മാറ്റുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം ഇവിടെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താ പറയുക, കോൺഫിഡൻറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ആ കോൺഫിഡൻറ്റ് ഉണ്ടാക്കുക. കോൺഫിഡൻറ്റ് ഉണ്ടാക്കുന്ന വഴി നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീമിനനുസരിച്ച് ഫോളോ ചെയ്യാനുള്ള എല്ലാ വഴിയും നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ അത് വിചാരിച്ചിട്ടൊന്നും നിങ്ങളുടെ ഡ്രീംസിനെ ഫോളോ ചെയ്യാണ്ടിരിക്കരുത്. നിങ്ങളുടെ ഡ്രീംസിനെ ഫോളോ ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ നല്ല രീതിയിൽ തന്നെ പോവുക. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഒരു കാര്യത്തിൻ്റെ പുറകെ പോകുന്നതെന്നുണ്ടെങ്കിൽ അത് എന്തായാലും നടക്കുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥിരത, കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവം ഒറ്റയടിക്ക് ഉണ്ടാകുന്ന സംഭവം ഒന്നുമല്ല. അത് ഓരോ ചെറിയ കുഞ്ഞു ഹാബിറ്റ്സൊക്കെ കൂടി ചേർന്നിട്ട് തന്നെയാണ് കൺസിസ്റ്റൻസി ഉണ്ടാകുന്നത്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി ബേസിൽ പ്രാക്ടീസ് ചെയ്ത് തന്നെ കൊണ്ടുവരിക. ഞാനിപ്പോൾ വലിയ സംഭവമായിട്ടോ ഒന്നും അല്ല ഇങ്ങനെ പറയുന്നത്. ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇടണം എന്നുള്ളൊരു ആഗ്രഹപ്രകാരം മാത്രമാണ് ഇങ്ങനത്തെ ഒരു ലോങ് വീഡിയോ ഈ രീതിയിൽ ഇടുന്നിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് 2ാം ദിവസമാണ്. പോരായ്മകൾ തന്നെയാണ്. എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരറിയാം. ഒരുപാട് കാര്യങ്ങൾ ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻസിയാണ് മെയിനായിട്ട് എന്ന് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഫുള്ള് ഫോക്കസ് ഇട്ട് തന്നെ ചെയ്യുക. ഒരു കാര്യമാണെങ്കിൽ ആ കാര്യത്തിൽ ഫുൾ ഫോക്കസ് ഇട്ട് തന്നെ ചെയ്യുക. കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കണം. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നടക്കട്ടെ. താങ്ക് യു.